റിട്ടയർ SP സുഭാഷ് ബാബു കൂടെ ചേരുന്നുണ്ട്. സർ, കോതമംഗലം മാതൃപ്പള്ളിയിലാണ് യുവാവ് വിഷമുള്ളിൽ ചെന്ന് മരിച്ച സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ പെൺ സുഹൃത്തിൻ്റെ പങ്കാണ് ഇപ്പോൾ അവർ തന്നെ ഇത് സമ്മതിച്ചതായൊക്കെ പറയുന്നുണ്ട്. ഒരുപാട് ലെയറുള്ള ഒരു കേസാണ്. കാരണം പ്രതിക്ക് അല്ലെങ്കിൽ ഈ പെൺ സുഹൃത്ത് ഒരു അതിജീവിതയാണെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ഈ മരണപ്പെട്ട അൻസിലിനെതിരെ ഒരുപാട് ക്രിമിനൽ കുറ്റങ്ങളുണ്ട്. അപ്പോൾ അൻസിൽ തൊട്ടു മുൻപ് മരിക്കുന്നതിന് മുൻപ് ഒരു സുഹൃത്തിനോട് പറഞ്ഞ കാര്യമാണ് ഈ കുട്ടിയാണ് അല്ലെങ്കിൽ തൻ്റെ പെൺ സുഹൃത്താണ് തനിക്കിങ്ങനെ വിഷം നൽകിയതെന്ന് പറയുന്നുണ്ട്. ഇക്കാര്യങ്ങൾ അടക്കം ഇനി തെളിയിക്കേണ്ടതായിട്ടില്ലേ? തീർച്ചയായിട്ടും അതിപ്പോ അവര് കൊടുത്തു എന്നുള്ളതിന് ഏതൊക്കെ സാഹചര്യത്തിൽ ഈ വിഷം എവിടെ നിന്ന് കിട്ടി വരുമ്പോഴുള്ള ബന്ധം എന്തായിരുന്നു, ആ ബന്ധം ഒഴിയാൻ ഉള്ള ഈ സ്ത്രീക്കുണ്ടായിരുന്ന പ്രകോപനം എന്തായിരുന്നു എന്നതിനെ സംബന്ധിച്ചൊക്കെ തെളിവ് ശേഖരിക്കണമല്ലോ. കാരണം അദ്ദേഹം വിവാഹിതനാണ്, കുട്ടികളുണ്ടെന്നൊക്കെയാണല്ലോ നമ്മളിപ്പോ പറഞ്ഞു കേൾക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരാളുമായിട്ട് ഇവര് പ്രത്യേകിച്ച് ഇങ്ങനെ അതിജീവിതയാണെന്നാണ് ഇപ്പൊ നിങ്ങൾ പറയുന്നത്. അങ്ങനെയുള്ള ഒരു കുട്ടി എങ്ങനെ ബന്ധം സ്ഥാപിച്ചു എന്നും പിന്നെ അയാൾ ഒരു ക്രിമിനലാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഇങ്ങനെ തുടർന്നു എന്നുള്ളതും അത് കഴിഞ്ഞതിന് ശേഷം എങ്ങനെ തന്റെ ജീവിതത്തിൽ നിന്ന് ഇയാളെ ഒഴിവാക്കണം എന്നുള്ള ഒരു വികാരം ഈ കുട്ടിക്കുണ്ടായത്, അതിന് വേണ്ടിയിട്ട് അവര് ഇതെങ്ങനെ പ്ലാൻ ചെയ്തു, ഏത് രീതിയിലാണ് വിഷം അവര് കൈവശപ്പെടുത്തിയത്, അത് എങ്ങനെ ഇദ്ദേഹത്തിലേക്ക് അദ്ദേഹത്തിന്റെ അത് കഴിക്കാൻ എങ്ങനെയാണ് ഇവര് ഉള്ളിലേക്ക് എത്തിക്കാൻ എന്താണ് ഇവര് മാർഗം സ്വീകരിച്ചത്, അങ്ങനെയുള്ള വിവിധമായ കാര്യങ്ങളൊക്കെ നോക്കേണ്ടതുണ്ട്. പിന്നെ അദ്ദേഹം ഇത് കൊടുത്തു എന്നുള്ളത് മറ്റാളുകളോട് പറഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം അത് വിഷം അവർ കൊടുത്തതായിട്ട് അവരിൽ നിന്ന് വിഷം താൻ കഴിച്ചു എന്നുള്ള രീതിയിൽ പുറത്തേക്ക് പറഞ്ഞതും ഒക്കെ ഇതിൽ പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. ഇനി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ സ്റ്റൊമക് കണ്ടൻസ് വിസറ പരിശോധനയ്ക്ക് അയച്ച് അതിൽ നിന്ന് വിഷം ഏതാണ് എന്നും ആ വിഷം രാസപരിശോധനയ്ക്ക് ശേഷം ഏത് വിഷമാണെന്ന് തിരിച്ചറിയും. ആ വിഷം തന്നെയാണ് ഇവർ വാങ്ങിച്ചിട്ടുള്ളത്. കടയിൽ നിന്ന് വാങ്ങിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ. അങ്ങനെ കടയിൽ നിന്ന് വാങ്ങിച്ച വിഷമാണെങ്കിൽ അത് ആ വിഷം തന്നെയാണോ ഇദ്ദേഹത്തിന്റെ ആന്തരിക അവയവങ്ങളെല്ലാം ആമാശയത്തിൽ കണ്ടിരിക്കുന്നത് എന്നുള്ളത് തിരിച്ചറിവിന്റെ പശ്ചാത്തലത്തിൽ കേസുകൾ വളരെ ഭംഗിയായിട്ട് തന്നെ കൊണ്ടുപോകും. പക്ഷെ ഇതിന്റെ കാരണങ്ങൾ എന്താണ് എന്നുള്ളതാണ് ഇതിലെ പ്രധാന ഘടകം. അതെന്തായാലും പോലീസിന് ഇത്രയും സാഹചര്യങ്ങൾ അനുകൂലമായിട്ട് തെളിവിലായിട്ടേക്ക് മാറ്റപ്പെടുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ കേസ് അന്വേഷിച്ചിട്ട് പര്യവസാനിപ്പിക്കാൻ കഴിയും. അതുകൊണ്ട് ഇനിയും അതിന് ഈ കെമിക്കൽ പരിശോധനയ്ക്ക് ഉള്ള സമയത്തിനുള്ളിൽ തന്നെ അന്വേഷണം പൂർത്തിയാക്കി ഇത് കുറ്റപത്രത്തിലേക്ക് പോകാൻ സാധിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ സയന്റിഫിക് തെളിവുകൾ അതേപോലെ തന്നെ ഈ പെൺസുഹൃത്ത് ഈ യുവാവിന്റെ മാതാപിതാക്കളെയൊക്കെ വിളിച്ചറിയിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ തെളിവായിട്ട് മാറാം. ഡിജിറ്റൽ തെളിവുകളുടെയൊക്കെ ഒരു സഹായത്തോടൊക്കെ തന്നെ നമുക്ക് കൃത്യമായിട്ട് തന്നെ പ്രതിയായിട്ടുള്ള ആ സ്ത്രീയെ പൂട്ടാവുന്നതാണ്. തീർച്ചയായിട്ടും. കാരണം അത് ഒരുപാട് കുറെ നാളുകളായിട്ടുള്ള ബന്ധം ഉണ്ടായിരുന്നു. അത് പലർക്കും അറിയാമായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അവര് ഇടയ്ക്കിടയ്ക്ക് ഏതെങ്കിലും രീതിയിലുള്ള കലഹങ്ങൾ ഉണ്ടാകുകയും അത് കഴിഞ്ഞ് അവര് അകന്നു നിൽക്കുകയും പിന്നെ വീണ്ടും ലോകിയാകുകയും ഒക്കെ ചെയ്ത ഒരുപാട് സാഹചര്യങ്ങൾ ഇതിന്റെ പിന്നിലുണ്ടെന്നാണല്ലോ പറഞ്ഞു കേൾക്കുന്നത്. അതൊക്കെ തെളിവായിട്ട് വരുന്ന അവസരത്തിൽ ശക്തമായ ഒരു തെളിവിന്റെ ഒരു സങ്കേതം തന്നെ ഇതിനകം ഈ കേസിലുണ്ടാവും. ആ തെളിവുകളെല്ലാം കൃത്യമായി ശേഖരിച്ച് അത് പടിപടിയായിട്ട് അതിന്റെ അതായത് ക്രോണോളജിക്കൽ ഡെവലപ്മെന്റ് എങ്ങനെയാണ് അതുണ്ടായതെന്നും പര്യവസാനിച്ചു എന്നുള്ളതാണ് അന്വേഷിച്ച് തെളിവായി മാറ്റേണ്ടത്. അതെന്തായാലും ഈ കേസിൽ വളരെ ബുദ്ധിമുട്ടില്ലാതെ സാധിക്കുന്ന ഒരു കാര്യമാണ്. അത് ഇവരുടെ വിസറ പരിശോധന, അതായത് നമ്മുടെ അദ്ദേഹത്തിന്റെ ആന്തരികമായിട്ടുള്ള സാധനങ്ങൾ കളക്ട് ചെയ്ത് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ കെമിക്കൽ പരിശോധനയ്ക്ക് അയച്ച് അവിടുന്ന് കിട്ടുന്ന റിസൾട്ടിനെ ആശ്രയിച്ചിട്ടാണ് ഇതിന്റെ വിജയങ്ങളൊക്കെ തെളിവ് ശേഖരണത്തിന്റെ കേസിന്റെ സുഖപര്യാവസായമായ ഒരു അന്വേഷണം അവസാനം എന്ന് പറയാൻ പറ്റുള്ളൂ. ശരി, വളരെ നന്ദിയുണ്ട് സാർ ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.